നക്ഷത്രക്കുഞ്ഞ്. ഈ കഥ എഴുതിയത് ഉണ്ണികൃഷ്ണൻ പുതൂർ. വേദനയോടെ ഞാൻ ഈ കഥ കൂടെ പറയട്ടെ. 9 മാസം ജീവൻ്റെ തുടിപ്പ് പോലെ അവളെ കരുതി. 9 മാസം അവൾ ഈ ലോകത്തിൽ വെളിച്ചവും വായുവും ശ്വസിച്ചു വളർന്നു. ഭാര്യാഗ്രഹത്തിൽ നിന്നും കൊണ്ടുവരുമ്പോൾ കുഞ്ഞുമോൾക്ക് നേർത്ത പനിയുണ്ട്. എന്നിട്ടും വാശിയോടെയാണ് അവളെ കൊണ്ടുപോകുന്നത്. ആ യാത്രയപ്പ് ഇപ്പോൾ ഹൃദയഭേദകമായി തോന്നുകയാണ്. ഫ്ലാസ്ക്, ഫീഡിംഗ് ബോട്ടിൽ, ഓസ്റ്റർ മിൽക്കിൻ്റെ ടിന്നുകൾ, മിൽക്ക് ഓഫ് മഗ്നീഷ്യ, സിറപ്പ്, വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ ഡപ്പികൾ, ഒലീവ് ഓയിൽ എല്ലാം കുഞ്ഞുമോൾക്ക് വേണ്ടി. പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കി തൂക്കിപ്പിടിച്ചുകൊണ്ട് അപ്പൂപ്പൻ തന്നെ കാറിൽ കൊണ്ടുവന്ന് വെച്ചു. എൻ്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞുമോളെ അവളുടെ അപ്പൂപ്പൻ ആർത്തിയോട് ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. നെറുകയിലും കവിളിലും നെറ്റിത്തടത്തിലും എത്ര ഉമ്മകളാണ് വെച്ചതിന് ഒരു കണക്കില്ലായിരുന്നു. അമ്മൂമ്മ കുഞ്ഞുമോളുടെ കയ്യിൽ കീ കൊടുത്താൽ തനിയെ തലയിലാട്ടുന്ന ബൊമ്മ വെച്ചു കൊടുത്തു. തലയിട്ടാട്ടുന്നതോടൊപ്പം ബൊമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തന്നെ വിടർന്നിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ഭാര്യയുടെ അച്ഛൻ ഞാൻ കേൾക്കാനായി പറഞ്ഞു, കുഞ്ഞുമോൾ പോയാൽ ഈ വീട്ടിൽ ഇരുട്ടാവും. അവൾ തിരിച്ചു വന്നാലേ ഇനി ഞങ്ങൾക്ക് ഈ വീട്ടിൽ സന്തോഷമുള്ളൂ. അതുകൊണ്ട് ചോറൂണ് കഴിഞ്ഞ ഉടനെ തന്നെ അവളെ കൊണ്ടുവരണം. അപ്പൂപ്പൻ്റെ വേശി മൂത്ത് പോയിട്ട് വരൂ. വീണ്ടും തെരുതെരെ ചുംബിച്ചുകൊണ്ടിരുന്നു. അപ്പൂപ്പൻ്റെ ദുഃഖഭാഷണം കേൾക്കാത്ത ഭാവം നടിക്കാനുണ്ടായത്. എൻ്റെ കുട്ടിയെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമുള്ളപ്പോഴാണല്ലോ. മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ മൂത്താവാം. എങ്കിലും എനിക്കതൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ല. ഞാനതൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ മുഖഭാവത്തിൽ നിന്ന് അതൊക്കെ മനസ്സിലാക്കാമായിരുന്നു. ഭാര്യ പ്രസവിച്ചിട്ട് 9 മാസമായി. പ്രസവത്തിനൊരു 6 മാസം മുമ്പ് തന്നെ അവൾ വീട്ടിൽ പോയി. 1 ചില്ലുവാനം വർഷം ഭാര്യ വീട്ടിൽ താമസിപ്പിച്ചതേ തെറ്റാണ്. മേലാൽ ഇത് ആവർത്തിക്കരുത്. എൻ്റെ മനസ്സിലപ്പോൾ പലതും തോന്നി. കാർ സ്റ്റാർട്ടായി. അപ്പൂപ്പൻ്റെ കണ്ണുനീർ തുള്ളികൾ വീണു. ആ പറ്റിയ പാട് കുഞ്ഞുമോളുടെ മുഖത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ കുഞ്ഞുമോളും കരഞ്ഞിരിക്കാം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരേക്കാൾ ദീർഘദർശിതം കൂടുമല്ലോ. ചുവന്ന നേർത്ത ഫ്ലാനൽ ഉടുപ്പിട്ട് കുഞ്ഞുമോൾ ഒരു പനിനീർ പൂവ് പോലെ ചുവന്ന് തുടുത്തിരുന്നു. കുഞ്ഞുമോൾ അവളുടെ അമ്മയുടെ മ്ലാനമായ മുഖത്ത് നോക്കി തൊണ്ണുകാട്ടി ചിരിച്ചുകൊണ്ടിരുന്നു. പല്ലുമുളയ്ക്കാത്ത തൊണ്ണ കാട്ടി കുഞ്ഞുമോൾ എന്തിനാണ് ചിരിച്ചിരുന്നത്? അച്ഛൻ്റെ വീട്ടിൽ പോകുന്ന സന്തോഷം കൊണ്ടാണോ ചിരിച്ചിരിക്കുന്നത്? കുഞ്ഞുമോളുടെ വരവും പ്രതീക്ഷിച്ച് മറ്റൊരു അപ്പൂപ്പനും അമ്മൂമ്മയും അവിടെ കാത്തിരിക്കുകയാണ്. കുഞ്ഞുമോൾ കാണുന്നുണ്ടാവാം. അവരെ കാണാൻ തിടുക്കം കൂട്ടുന്ന മട്ടിൽ കൈകാലുകൾ ഇട്ടടിച്ച് അവൾ ആഹ്ലാദം കൊണ്ട് കിടന്ന് തുടിച്ചിരുന്നു. അവൾ കൈപൊക്കി എടുക്കാനായി നടുവൊന്നിച്ചു. ഞാൻ അവളെ എടുത്ത് മാറോടമർത്തി. കുനുത്തു വരുന്ന കറുത്ത മുടിച്ചുരുളുകളെ ഞാൻ എൻ്റെ മുഖം കൊണ്ട് അമർത്തി. വെന്ത വെളിച്ചെണ്ണയും വയമ്പും കൂടി ഇഴുകിച്ചേർന്ന ഒരു നേർത്ത സുഗന്ധം എൻ്റെ ആത്മാവിലേക്ക് അടിച്ചു കയറുന്നതുപോലെ തോന്നി. ഈ കഥ തുടരും.